അപ്പോൾ ചങ്ങായിമാരെ, വെൽക്കം ടു റിയാദ്. റിയാദിലുള്ള 2 ദിവസം റിയാദിലേക്ക് വന്നിട്ട് ബഹ്റിനുണ്ടായ ബഹ്റിലത്തെ കുറച്ച് വീഡിയോസ് വരാനുണ്ട്. അത് കോപ്പിറൈറ്റ് ആയതുകൊണ്ട്, കോപ്പിറൈറ്റ് ക്ലെയിം ആയതുകൊണ്ട് പെൻഡിങ് നിൽക്കുന്നുണ്ട്. ക്ലിയർ ഇല്ല വീഡിയോ. ഞാൻ ഇന്ന് പോകുന്നുള്ളത് ദിരിയയിലേക്കാണ് പോകുന്നത്. ദിരിയ എന്ന് വെച്ചാൽ സൗദീൻ്റെ ആദ്യത്തെ തലസ്ഥാനമാണ് ദിരിയ. അതുകൂടാതെ പഴയ ഒരുപാട് കെട്ടിടങ്ങൾ, പഴയ വില്ലേജാണ് ഇപ്പോൾ ദിരിയ. നല്ല കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ദിരിയയിൽ ഒരുപാട് നല്ല കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ അവിടെ ഡാമുണ്ട്. പക്ഷേ ഡാമിൽ വെള്ളമൊന്നുമില്ല. ഡാമിലിപ്പോൾ പോകാൻ പറ്റുമെന്നറിയില്ല. അവിടെ മിലിറ്ററി ചെക്കിംഗ് ഒക്കെ ഉണ്ട്, മിലിറ്ററി ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഓപ്പണൊന്നുമില്ല. മുമ്പൊക്കെ ഞാനിപ്പോൾ ഒരു 10 വർഷം മുമ്പൊക്കെ ഇവിടെ പോയിരുന്നു. ഇപ്പോൾ പോകാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. അത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബത്തയിൽ പോകാണ്ട്. ബത്തയുടെ വീഡിയോ മുമ്പ് ഞാൻ മുമ്പിട്ടിരുന്നു. ബത്തയുടെ വീഡിയോ നല്ല ചൂണ്ട്. ബത്തയിൽ നമ്മൾ കൂട്ടുകാരിൽ ഒന്നിക്കുന്നൊരു സംഗമമുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് ജൂലൈ 15 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും നമ്മളവിടെ കൂട്ടുകാർ ഒന്നിച്ച് ഒരു ഗ്രൂപ്പുണ്ട്, ഒരു സംഘടനയുണ്ട്. പ്രവാസി സ്നേഹ കൂട്ടായ്പ എന്ന് പറയുന്നില്ല. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ച അവിടെ നമ്മൾ ഒത്തുചേർന്നൊരു ഫ്ലാറ്റ് ഉണ്ട്, നമ്മളെ യാസർ ബായുടെ. അപ്പോൾ അവിടെ ഇന്ന് എല്ലാവരും ഞങ്ങൾ ഒത്തുചേരും. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ ദമാമിലാണ് ഡ്യൂട്ടി. ഞാനിപ്പോൾ ഇവിടുന്ന് റിയാദിന് മുമ്പ് ഉണ്ടായിരുന്നു, 2 വർഷത്തോളം അധികം ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരം ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും മീറ്റ് ആകുന്നതാണ്. ഇപ്പോൾ ഡ്യൂട്ടി ദമാമിലായതുകൊണ്ട് കൂടുതലൊന്നും ഇങ്ങോട്ട് വരാനില്ല. ഇടയ്ക്കിടയ്ക്ക് വരും റിയാദിലേക്ക്. വരുമ്പോൾ നമ്മൾ മീറ്റപ്പ് ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ദിരിയയിലേക്ക് വിടാം. ഓക്കെ. പിന്നെ റിയാദിൽ റിംഗ് റോഡ് ഉണ്ടല്ലോ, മൊത്തത്തിൽ റിംഗ് റോഡാണ്. അതായത് ഓരോ എക്സിറ്റാണ്. 1 മുതൽ 38 വരെ എക്സിറ്റുകളുണ്ട്. ഈ എക്സിറ്റ് എന്ന് വെച്ചാൽ ഫുള്ള് റിംഗ് ആയിട്ടുള്ള റോഡല്ലേ. ഈ റിംഗ് ആയിട്ട് റോഡ്. പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഇറങ്ങിയത് എക്സിറ്റ് 6 ഇറങ്ങിയത്. എക്സിറ്റ് ഇപ്പോൾ ഇത് എത്തുന്നത് എക്സിറ്റ് 5ആണ്. എക്സിറ്റ് 5 ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡിൻ്റെ പേര് കിങ് അബ്ദുൽ അസീസ് റോഡാണ്. അതായത് മുമ്പത്തെ രാജാവിൻ്റെ പേരാണ് അറിയപ്പെടുന്നത്. മലിക് അബ്ദുൽ അസീസിൻ്റെ പേരാണ് ഈ റോഡ് അറിയപ്പെടുന്നത്. എക്സിറ്റ് 6 അറിയപ്പെടുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരിലാണ് എക്സിറ്റ് 6 അറിയപ്പെടുന്നത്. അതുപോലെ എക്സിറ്റ് 4, എക്സിറ്റ് 3, എക്സിറ്റ് 2, എക്സിറ്റ് 1, അങ്ങനെ എക്സിറ്റ് 1 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എക്സിറ്റ് 38ആണ്. കാരണം ഇത് റിംഗ് ആയിട്ട് വരുന്നത് എക്സിറ്റ് 38. പിന്നെ അങ്ങനെ എക്സിറ്റ് 37, 36, 35 അങ്ങനെ ഇങ്ങനെ പോകും. അപ്പോൾ 35 ആ ഭാഗത്ത് പിന്നെ തൂക്കുപാലുള്ളത് ഭയങ്കര സെറ്റപ്പ് പാലാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് കാരിഫോറാണ്, കലാമോൾ. എക്സിറ്റ് 5 ഇറങ്ങുന്നതിലുള്ള കലാമോളാണ്. പിന്നെ ലോങ്ങിൽ കാണുന്ന ആ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങുകളൊക്കെ പുതിയ കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞിട്ടാണ്, മൊത്തത്തിൽ കഴിഞ്ഞിട്ടത്. അത് കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 10-11 വർഷം അത് ആരംഭിച്ചിട്ടുണ്ട്. ഒരുവിധമൊക്കെ കഴിഞ്ഞത് 90% പണി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഫിനിഷിങ് വർക്ക് ബാക്കിയുണ്ട്. അവിടെ അതിൽ നമ്മളൊരു കൂട്ടുകാരന് വർക്ക് ചെയ്യുന്നത് എഞ്ചിനീയറായി മെസ്സിയറലി തൊട്ടി. എക്സിറ്റ് 2 തുർക്കിയാവൽ റോഡ്. എക്സിറ്റ് 1 നമുക്ക് പോകേണ്ടത്. എക്സിറ്റ് 1 റൈറ്റ് കട്ടായിട്ട് നമ്മളാണ് ദിരിയയിലേക്ക് പോകുന്നത്. എക്സിറ്റ് 1 കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്ട്രൈറ്റ് പോകുമ്പോൾ എക്സിറ്റ് 38 വരാം. പിന്നെ അതിങ്ങനെ കുറഞ്ഞുണ്ടാവും, 37, 36 അങ്ങനെ കറങ്ങി വരും. നമുക്ക് ഇറങ്ങാനുള്ള എക്സിറ്റ് എത്താറായി. എക്സിറ്റ് 1 ദിരിയ, ഹിസ്റ്റോറിക്കൽ ദിരിയ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റും. ഇൻട്രോയിൽ പറഞ്ഞൊരു കാര്യം മാറ്റം വരുത്തി. നമ്മളിപ്പോൾ ആദ്യം ദിരിയയിലേക്കാണ് പോകുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ജുമാൻസ്കാൻ കഴിഞ്ഞിട്ടാണ് അവിടെ മീറ്റപ്പ്. ഇൻഷാല്ലാ നമുക്ക് ഇവിടുന്ന് റൈറ്റ് അറ്റാക്കണം. എക്സിറ്റ് 1 ചെയ്യാം. ഇവിടുന്ന് ലെഫ്റ്റ് ആണല്ലേ, അവിടുന്ന് ആ ലെഫ്റ്റ് നേരെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നേരെ ഹൈവേ ഇങ്ങനെ പോകും, ഇങ്ങനെ കറങ്ങി പോകും. ഇപ്പോൾ അടുത്തത് എക്സിറ്റ് ഇപ്പോൾ ഇത് എക്സിറ്റ് 1, അടുത്തത് എക്സിറ്റ് 38 വരാം. നമ്മൾ എക്സിറ്റ് 1 ഇറങ്ങി റൈറ്റിലേക്ക് ആട്ടാണ്. റൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ എക്സിറ്റ് 1 കിങ് ഖാലിദ് റോഡ്. ഇത് സ്ട്രൈറ്റ് ഈ എക്സിറ്റ് 1 റൈറ്റ് കട്ടായി കഴിഞ്ഞാൽ നേരെ സാൽബോക്ക് റോഡാണ്. സാൽബോക്ക് നമുക്ക് അങ്ങോട്ട് സാൽബോക്ക് അങ്ങോട്ടേക്കൊന്നും പോകണ്ട. നമ്മളിപ്പോൾ ഈ എക്സിറ്റ് ഇറങ്ങി
സാൽഫോർ റോഡിൽ കയറാൻ പോകും. കയറിയ ഔട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ഇറങ്ങാം. എക്സിറ്റ് ഇറങ്ങിയിട്ട് മേലെ സിഗ്നൽ ഉണ്ട്. ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് കട്ടാക്കിയാലാണ് നമുക്ക് ദിരിയിലേക്ക് എത്താം. ദിരിയിലേക്ക് എത്തി. ഇവിടുത്തെ മതിൽക്കെട്ടുകളൊക്കെ ഉണ്ട്. പഴയ മതിൽക്കെട്ട് ഇപ്പോൾ അവരങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ ഫയർ സ്റ്റേഷനാണ്. ദില്ലിൻ്റെ അകത്തേക്ക് എത്തി. ഭയങ്കര രസമുള്ള സ്ഥലങ്ങളവിടെ. വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ വലിയൊരു പ്രൊജക്റ്റ് നടക്കുന്നത്. അതിൻ്റെ ഫോട്ടോസ് അതിൻ്റെ കാണില്ല. വദിയനീഫ ഏതായാലും പാകിസ്ഥാനി ഹോട്ടലിൽ കയറിയിട്ട് ലാസ്റ്റ് ആക്കിയിട്ട് ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ട്. പാകിസ്ഥാനി ഹോട്ടലിൽ നല്ല കബാബ് കീമ കിട്ടും. ഇവിടുത്തെ ദിരയുള്ള പള്ളി ദിരിയ റൈറ്റ് ഇട്ടിട്ട് പാകിസ്ഥാനി ഹോട്ടൽ അവിടുത്തെ വാഷിച്ചിട്ടുണ്ട്. പാർക്കിംഗ് വേണമെന്നുണ്ട്, പക്ഷേ വീട്ടെടുത്തിട്ട് വരാം. അങ്ങനെ പറഞ്ഞ പാകിസ്ഥാനി ഹോട്ടൽ ചെറിയ ഹോട്ടലാണ്, പക്ഷേ നല്ല ഫുഡാണ്. അങ്ങനെ നാസ്തയ്ക്ക് വന്നു. നല്ല അടിപൊളി പൊറോട്ട എന്ന് പറയാൻ കഴിഞ്ഞാൽ പൊറോട്ടയും ചപ്പാത്തിയും എല്ലാ പൊറോട്ടയും ഇല്ലാത്ത അവസ്ഥ. നല്ല സോഫ്റ്റ് സാധനം, വലിയ പൈസയില്ല. 2 അങ്ങനത്തെ പൊറോട്ടയും അതിനൂടെ ദാൽ കിട്ടും. ദാൽ ചില ചന മസാല ഭയങ്കര ടേസ്റ്റാണ്. ഇത് ചായയും കുടിച്ചിട്ട് ആകെ 6 റിയാലേ ഉള്ളൂ. 6 റിയാലിന് അടിപൊളി നാസ്റ്റായി. ഇനി നമുക്ക് ദിരിയിലത്തെ കുറച്ച് സ്ഥലങ്ങൾ സന്ദർശിക്കാം. പക്ഷെ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് കുറേ സ്ഥലങ്ങളൊക്കെ പിന്നെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് ബ്ലോക്ക് ആക്കാത്ത സ്ഥലങ്ങൾ ഏതെല്ലാം നോക്കിയിട്ട് അവിടെ അന്വേഷിച്ചാൽ അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് കവർ ചെയ്യാം. ഓക്കെ, ആ കൊട്ടാരത്തിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഞാൻ അവിടുന്ന് അകത്ത് പോയി സെക്യൂരിറ്റിയില്ല പോകാൻ പറ്റില്ല. മമ്മൂന്ന് പിന്നെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ അത് ചീറ്റി. നമുക്ക് തൽക്കാലം ഇങ്ങനെ ഇവിടെ ഇതിൻ്റെ മേലെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. സൗദിൻ്റെ ഫ്ലാഗ് ഇങ്ങനെ ആകാശത്ത് പറക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാവും. പഴയ കൊട്ടാരത്തിന് മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഭയങ്കര രസമുള്ള സ്ഥലങ്ങളാണ് ഇവിടെ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനത്തെ ഒരു കോട്ടകളാണുള്ളത്. പക്ഷേ ഫുള്ള് ബ്ലോക്ക് ആക്കി അവർക്ക് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് പ്രവേശനമില്ല. ഇതൊക്കെ വാദിയാണ്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. വാദി ചെറിയ റൗണ്ട് പോയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് പോവാം. ആ സൈഡും കൂടി കാണാം. ഇതെന്താണ് മേലെ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബൽദിയ മെഹഫിൽ അൽ ദിരിയ, ബൽദിയ ഓഫീസിൽ നിന്നാണ്, മുനിസിപ്പാലിറ്റി ഓഫീസാണ്. ആ കാണുന്ന ആ റൈറ്റിൽ ആ സൈഡിൽ ആ റോട്ടിൽ കൊണ്ട് പോയി കഴിഞ്ഞാലാണ് ഡാം. ഡാം ചില അവർക്ക് ബ്ലോക്കായി കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നുണ്ടെന്ന് നോക്കുന്നുണ്ട്.
റോഡിലേക്ക് ഒന്ന് തിരിച്ചെത്തി. ഇനി നമുക്ക് കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ട് വാദി ഹനീഫിലേക്ക് പോയി. നമ്മൾ വന്ന് സമയം ശരിയില്ല, കാരണം എല്ലാം ബ്ലോക്കാക്കിയിരുന്നു. അവിടെ അടിപൊളി പാർക്കും കാര്യം, ഇത് നല്ലൊരു ഗ്രാമപ്രദേശം പോലുള്ള സ്ഥലങ്ങൾ. ഗ്രാമമൊന്നുമില്ല, പഴയ ഗ്രാമം ഉണ്ടായിരുന്നു. നല്ല നാട് പോലെ പച്ചപ്പുള്ള നല്ല രസമുള്ള സ്ഥലമായിരുന്നു. മങ്കത്ത് കൊണ്ടുണ്ടാക്കിയ വീടുകൾ, അങ്ങനെ അടിപൊളി പഴയ വില്ലേജായിരുന്നു. അങ്ങോട്ട് വാദി ഹനീഫിൽ പോയി നോക്കാം. വാദി ഹനീഫിൽ ഉത്സവപ്പറമ്പ് റിയാ സീസണിൻ്റെ വകയാണ് ബോളിവാടക്കുള്ള. ഇപ്പോൾ ബോളിവാടക്ക് ഭയങ്കര ടിക്കറ്റും ചാർജൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഫ്രീ ആണ് കേട്ടോ. ഇപ്പോൾ ഫ്രീ ആയിട്ട് അവിടെ പോവാം. അടിപൊളി സെറ്റപ്പാണ്. നമ്മൾ അവിടെ പോയി ഒരു വീഡിയോ റെഡിയാക്കാനുണ്ട്. വാദി ഹനീഫ്, നമുക്ക് വാദി ഹനീഫിലേക്ക് വിടാം. വാദി ഹനീഫിൽ എന്ത് കാഴ്ച കാണുമെന്ന് നോക്കിയിട്ട് നമുക്ക് നേരെ ബത്തയിലേക്ക് വിടാം. ആദ്യം വാദി ഹനീഫിലുള്ള കാഴ്ചകൾ കാണാം. അവിടെയും ബ്ലോക്കാക്കിയൊന്നുമല്ല, ഫുള്ള് വീടുകളിൽ ബ്ലോക്കാക്കി കാണുന്നുണ്ട്. അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ ക്ലീൻ ആക്കുന്നുണ്ട്, വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ എയറുണ്ട് പൊടി വയ്ക്കുന്നുണ്ട്. സെറ്റപ്പാ, നല്ല പഴയ കെട്ടിടങ്ങളാണ്. ചളിയും മണ്ണുകൊണ്ട് ഉണ്ടാക്കി കെട്ടിയിരുന്നത്. വാദി ഹനീഫ് എവിടെയായിരിക്കും? ഈ താഴെ ആയിരിക്കും. ഇല്ലല്ല, വാദി ഹനീഫ് റോഡ് റൈറ്റാണ്. നമുക്ക് അങ്ങോട്ടാണ് വാദി ഹനീഫ് കാണിക്കുന്നത്. അങ്ങോട്ടാണ് വാദി ഹനീഫിലേക്ക് പോകുന്നത്. താഴത്ത് കൂടി റോഡ് പോകുന്നുണ്ട്. അങ്ങോട്ടുള്ള റോഡ്, അങ്ങോട്ട് ഒരുപാട് ഇസ്തിര ഉണ്ട്. ഇസ്തിര അതായത് റിസോർട്ടുകൾ ഇതുണ്ടല്ലേ. എത്രയോ പഴക്കങ്ങൾ, എത്രയോ വർഷം പഴക്കമുള്ള ഈന്തപ്പഴ തോട്ടങ്ങൾ. എന്തായിട്ടത്? എന്താ ബ്ലോക്കാക്കിയോ? ഇല്ലേ, നാട് പോലത്തെ സ്ഥലങ്ങൾ, പച്ചപ്പ്. ഇത് ഈന്തപ്പഴത്തോട്ടമുണ്ട്. അതിൻ്റെ താഴെ എന്തോ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. തോട്ടത്തിൽ കൃഷിയൊക്കെ ഉണ്ട് അതിനകത്ത്. വാദി ഹനീഫ് പോയി നിർത്താലോ വണ്ടി. തോട്ടത്തിനകത്ത് കയറാം. അടി കിട്ടാതെ നോക്കാം. നല്ലൊരു അടിപൊളി തോട്ടം കണ്ട് അങ്ങനെ അതിനകത്തേക്ക് കയറി. ഇല്ലല്ലേ, എത്ര വലിയ ഈന്തപ്പന മരം. 20 വർഷം പഴക്കമുണ്ടാവട്ടെ. ഇത് തെങ്ങ് പോലെയുണ്ട്. തെങ്ങിൻ്റെ ഹൈറ്റാണ്. നല്ല തണുപ്പുണ്ട്. അതിനകത്ത് ചൂടില്ല. ഇത്രയും ചൂടുള്ള സമയത്ത് വന്നിട്ടും ചൂടെടുക്കുന്നില്ല ഇവിടെ. വെള്ളം കണ്ട. അവിടെയൊക്കെ ഒരു പിക്കപ്പിൽ എന്തോ അവിടുത്തെ കാടൊക്കെ വെട്ടിയിട്ടൊക്കെ അതിൽ കയറ്റുന്നുണ്ട്. എന്താ വെള്ളം പമ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് വെള്ളം ഇതിൽ ടാങ്കിൽ നിന്ന് ഉറക്കുന്നതാണ്. ഇപ്പോൾ ടാങ്കിൽ നിന്ന് ഉറങ്ങിയിട്ട്, അപ്പോൾ ടാങ്കിൽ നിന്ന് ഉറങ്ങിയിട്ട് ഇവിടുന്ന് ഈ മോട്ടർ വഴി നേരെ തോട്ടത്തിലേക്ക് സപ്ലൈ ചെയ്യും. അല്ലേ, വെള്ളം ഇതിലേക്ക് വന്നുകൊണ്ടുണ്ട്. അതേപോലെ 2 മോട്ടർ, ഇപ്പോൾ ഈ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല, ഈ സപ്ലൈ ഇല്ല. അതല്ല, ഇവിടെ സപ്ലൈ ഇല്ല. അപ്പുറത്തെ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല ഒരാളായോണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട് വെള്ളം. വെള്ളമൊക്കെ നിറഞ്ഞൊന്നും അറിയുന്നുണ്ടല്ലോ. അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഭയങ്കര രസമുള്ള സ്ഥലങ്ങളാണ്. നാടന്നെ. ഇത് അമീറിൻ്റെ തോട്ടമാണ് കേട്ടോ. അമീർ ഫൈസലിൻ്റെ തോട്ടമായിട്ട്. നല്ലത് ഫുള്ള് അമീറന്മാരെ കണ്ടിട്ടുള്ളതാണ് ഈ ഭാഗത്തുള്ളത്. ഏകദേശം അമീറന്മാരെ ഒരുപാട് കൊട്ടാരങ്ങളുണ്ട്. പഴയ കൊട്ടാരങ്ങളുണ്ട്, പുതിയ കൊട്ടാരങ്ങൾ വന്നുകൊണ്ടുണ്ട്.
ഏതാണ്ടില്ലേ നാട്ടിലെ ഇടവഴിയില്ലേ, കള അതുപോലത്തെ സ്ഥലങ്ങളുണ്ട്. ചുറ്റും തോട്ടങ്ങളും ചെറിയ ചെറിയ ഇടവഴികളാണ്. പള്ളിയാണ്. നാടന്നെ അല്ലേ, ഇപ്പോൾ എവിടത്തേക്ക് എത്തുന്നുള്ള അറിയില്ല. ആ റോഡ് ആണ് എൻ്റെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ റിവേഴ്സ് എത്തിയിട്ട് പോകേണ്ടി വരും. വാദി ഹനീഫിൻ്റെ വേറൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് വാദി ഹനീഫ. 2 സൈഡും തോട്ടങ്ങളാണ്, എല്ലാ അമീറന്മാരുടെ തോട്ടങ്ങളാണ്. ഒരു ചെറിയൊരു പള്ളിയുണ്ട്. ഇഷ്ടംപോലെ ഏക്കർ സ്ഥലത്തിനുള്ള എത്രയോ സ്ഥലമുണ്ട്, അമീറന്മാരുടെ തോട്ടങ്ങൾ. ട്രാൻസ്ഫോമർ കണ്ടില്ല പറയണ്ട, സൗദിയിൽ ട്രാൻസ്ഫോമർ ഉണ്ട. നാട് പോലത്തെ സ്ഥലങ്ങൾ തന്നെ കേട്ടാ, ഒരു രക്ഷയില്ല. നാട്ടിൽ വല്ല സിംഗിൾ റോഡും എവിടെയും നിർത്തിയിട്ടൊന്നും എടുക്കാനുള്ള സൗകര്യമൊന്നും കാണുന്നില്ലല്ലോ. നമുക്ക് തിരിച്ചാലോ, നല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി, അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല. വലിയ തോട്ടങ്ങളത്. ഇനി നമുക്ക് നേരെ ബത്തേലേക്ക് വിടാം. കാരണം വെച്ചാൽ ഇവിടെ ഫുള്ള് ബ്ലോക്കായിട്ട്, ഫുള്ള് ബ്ലോക്കാണ്. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ട്. അപ്പോൾ ഒരു രക്ഷയില്ല, വന്നിട്ടൊന്നും നമുക്ക് നിർത്തിയിട്ട് വണ്ടി ഷൂട്ട് ചെയ്യാനുള്ളൊരു സൗകര്യമൊന്നുമില്ല. നമുക്ക് നേരെ ബത്തേലേക്ക് വിടാം. ബത്തേൽ പോകുന്നതിന് വഴിയിൽ തന്നെ നമുക്ക് പള്ളിയിൽ നിസ്കരിക്കാം. ജുമഅല്ല, നേരത്തെ പള്ളിയിലെത്തണ്ടേ, സമയം ലേറ്റായി. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. ഓക്കെ, ചവർലൈറ്റിന് ഒരു വണ്ടി ഉണ്ട്. ഇപ്പോൾ ഗ്രിപ്പാണ്, നല്ല എക്സ്ട്രാ ഫിറ്റിങ്, ഡബിൾ ഷോക്ക് വെച്ചിട്ട് ഏറ്റു കൂട്ടിയത്. സെറ്റ് പഴയ വണ്ടീനെ ഈ കോലത്തിലേക്ക് ചവർലൈറ്റിൻ്റെ. എക്സിറ്റ് 4 നമുക്ക് ഇറങ്ങേണ്ടത്. എക്സിറ്റ് 4 കൂടി എക്സിറ്റ് ഇറങ്ങി. എക്സിറ്റ് 4 കിങ് ഫൈദർ റോഡാണ്. എക്സിറ്റ് 4 നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി എത്താൻ പോയ പോക്കുണ്ടാവും. യാത്രക്ക് ഭയങ്കര ശ്രദ്ധിക്കാനുണ്ട്. ഭയങ്കര റോങ് ഡ്രൈവിംഗ് ആണ് സൗദിയിൽ. പക്ഷെ ദമാമിൽ അങ്ങനെയില്ല കേട്ടോ. ദമാമിൽ ഭയങ്കര നീറ്റാണ് ഡ്രൈവിങ്. ആ വൈറ്റ് വണ്ടി പോയ പോക്കുന്നില്ല, വണ്ടി തൊട്ട് മുട്ടിയില്ല എന്നുള്ള അവസ്ഥയിലാവും. ഇത് റൈറ്റ് പോയുണ്ടല്ലോ, ഇത് കസീം റോഡാണ്. ഇത് നമുക്ക് ലെഫ്റ്റാണ് കൊണ്ടത്, കിങ് ഫൈദർ റോഡ്, മലിക് ഫൈദർ റോഡ്. അതാണ് ഞാൻ പറഞ്ഞ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽസ്. ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ സെറ്റപ്പാണ്. ഒരുപാട് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. കിങ് ഫൈദർ റോഡിലേക്ക് പോകാൻ മതി. ഇവിടുത്തെ കാണുന്ന എക്സിറ്റ് ഇല്ലേ, കിങ് അബ്ദുള്ള റോഡാണ്. ഈ കിങ് അബ്ദുള്ള റോഡ് വരുന്നത് എക്സിറ്റ് 10 അതായത് എക്സിറ്റ് 10. ഈ കിങ് അബ്ദുള്ള റോഡ് എക്സിറ്റ് 10 പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് എക്സിറ്റ് 36 തോന്നുന്നു. അവിടെ പോയി ടച്ച് ചെയ്യണം. എക്സിറ്റ് 36 തോന്നുന്നു. അറിയുന്നതിനെ കമൻറ്റ് ചെയ്യാം. നേരെ കാണുന്നത് കിങ്ഡം ഓഫ് സൗദി അറേബ്യ, മംലക് ബിൽഡിംഗ് എന്ന് പറയും. അതിൻ്റെ ഒരു ഗ്യാപ്പ് കാണുന്നില്ല, ആ ഗ്യാപ്പിൽ കൂടെ ഹെലികോപ്റ്ററൊക്കെ പോകുന്നതാണ്. പിന്നെ ഏറ്റവും ടോപ്പിൽ വ്യൂ പോയിന്റ് ഉണ്ട്, അത് പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കാണാൻ വ്യൂ പോയിന്റാണ്.
നാഷണൽ ക്രിയേറ്റിവിറ്റി ബിൽഡിംഗ് പറഞ്ഞ ഈ ബിൽഡിംഗ് ആണല്ലോ. ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് 21ാമത്തെ ഫ്ലോറിലാണ് ഇത് കൂട്ടുകാർ വർക്ക് ചെയ്യുന്നത്. അഹമ്മദ് പുച്ചക്കാട് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതിൻ്റെ മേലെ ഓഫീസ്. അത് ഫൈസലിയ ടവർ. അല്ല ഫൈസലിയ ടവറാണ് ഈ കാണുന്നത്. അടിപൊളി ബിൽഡിംഗ് ആയിരുന്നു. അവിടെ പൊളിച്ച് നിരപ്പാക്കിയായിരുന്നു. ഗൂഗിൾ ചേച്ച് ഒന്ന് എക്സിറ്റ് ഒരാൾ പറയുന്നുണ്ട്. മക്ക റോഡിലേക്ക് ഇറങ്ങാൻ ഒന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ മക്ക റോഡാണ് കേട്ടോ. റൈറ്റ് പോയി കഴിഞ്ഞാൽ മക്ക പോകുന്നത് ഈ ഒരു റോഡിലാണ്. ഇതിപ്പോൾ അതായത് ഫസ്റ്റ് റൈറ്റ് പോയാൽ മക്ക റോഡ്. പിന്നെ നമ്മൾ സെക്കൻഡ് റൈറ്റ് ഇറങ്ങുന്നത് ഇന്ന് ലെഫ്റ്റ് പോകാൻ പറ്റില്ല. നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ലെഫ്റ്റ് പോകുന്നതിന് ഇവിടെ നിന്ന് ലെഫ്റ്റ് ഇറങ്ങിയിട്ട് വേണം ലെഫ്റ്റേക്ക്. ആ ഫസ്റ്റ് എക്സിറ്റില്ല, ഫസ്റ്റ് എക്സിറ്റ് നേരെ റൈറ്റോട്ട് റൈറ്റിലോട്ടാകും മക്കാൻ നമ്മളിങ്ങനെ കറങ്ങി ഇതിൻ്റെ ലെഫ്റ്റേക്കാണ് പോകുന്നത്. ഒരു ദമാം സദ്യ റോഡാണ്. അതിലേക്ക് ദമാം പോകാം. ഈ റോഡ് നേരെ ചെന്നെത്തുന്നത് എക്സിറ്റ് 13ലേക്കാണ്. റൈറ്റ് നോക്കി എക്സിറ്റ് 13ലേക്കാണ്. നേരെ പോയി കഴിഞ്ഞാൽ എക്സിറ്റ് 13 ഇറങ്ങിയിട്ട് പിന്നെ ആ എക്സിറ്റ് 13 പിന്നെ അവിടെ സ്ട്രൈറ്റ് പോകുമ്പോൾ പോയി കഴിഞ്ഞാൽ നേരെ എത്താം കുറേസ് റോഡ്. കുറേസ് നമുക്കത് ഇവിടെ എക്സിറ്റ് ഇറങ്ങാം. അവിടെ കുറച്ച് അവിടെ സൈഡ് നല്ല ഞാൻ 500 രൂപ സൈഡ് എനിക്കതിനാണ് മഞ്ഞൾ തന്നു. അപ്പോൾ തൽക്കാലം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. വണ്ടി വലിയ 2 കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പായിട്ടാണ്. 500 രൂപ ഫൈൻ ഉണ്ടാവും. പെട്രോൾ തീർന്നിട്ട് വണ്ടി വൈക്കായിരുന്നു. ഒരു സാറ് ബാക്കിലാണ് നിൽക്കുന്നത്. 500 രൂപ ഫൈനാണ്. സൗദിയിലായതൊരു പ്രശ്നം. ഹായ് ചേച്ചി, മനസ്സിലായി. നമ്മളൊന്ന് റൈറ്റ് പോകാനാണ് പറഞ്ഞത്. നല്ല തണ്ണി മൊത്തം നിൽക്കുന്നതിനിടയ്ക്ക് വെയിലത്ത് മണികൾ നമുക്ക് അസീമെന്ന് പറയുന്നത് കൊണ്ടുചേറ്റാൻ നിൽക്കുന്നുണ്ട്. അതുപോലെ ചൂടിന് ചൂടുള്ള വെയിൽ മാത്രമല്ല നല്ല ചൂടുന്നുണ്ട്. ആ ചൂടിന് വന്നിട്ട് അവർ ആ വെയിൽ കൊണ്ടിരിക്കുന്നത് സമ്മതിക്കില്ല. നമുക്ക് ഏകദേശം എത്താറായി. ഞാൻ ക്യാമറ ഓഫാക്കി നാളെ എത്തിയാണ്. ഏകദേശം എത്താറേ. അപ്പോൾ എവിടെയെങ്കിലും പള്ളിയിൽ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ സമയം 11:30 അവിടെ 1 മണിക്കൂറാണ്. നേരത്തെ നല്ല സൗണ്ട് കേട്ടിട്ടുണ്ടോ? കാരണം ഇതിൻ്റെ കാറ്റിൻ്റെ സൗണ്ട്. കാരണം ഞാൻ AC ഫുള്ള് സ്പീഡാക്കിയിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടായിരിക്കും കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ പ്രശ്നമായിട്ടുണ്ടാവും. സൗണ്ട് ഭയങ്കര സൗണ്ടായിരിക്കും. ഞാൻ AC കുറച്ചത്. ഇന്ന് ഡേറ്റ് 15 ജൂലൈ 15 വെള്ളിയാഴ്ച. നമുക്ക് ഇവിടെ അടുത്തെങ്കിലും പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ട് നമുക്ക് പോകാം. ഓക്കെ ചങ്ങമ്പര. അങ്ങനെ ഫൈനലി യാസർ ഭായിൻ്റെ റൂമിലേക്ക് എത്തി. യാസർ ഭായിക്ക് വിളിച്ചോ. യാസർ ഭായി ഫോൺ ചെയ്തില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞാൻ പള്ളിയിൽ നേരത്തെ ഇറങ്ങി വന്നില്ല. വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത് കുറേ വണ്ടികൾ കാണുന്നുണ്ട്. ആ ആര് വിജയേട്ടനാ? ആ ഞാൻ താഴെയുണ്ട്. ഒന്ന് ഡോർ തുറന്നേ. ഓക്കെ ഗേറ്റ് തുറക്കണം. വെള്ളത്തിൻ്റെ ബോട്ടിൽ ഭയങ്കര ചൂടാ. അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും കാണുന്നില്ല. ഇവിടെ എത്ര 1 2 3 5 6 7 8 9 10 വണ്ടിയുണ്ട്. ചിലപ്പോൾ ഇത് ഓരോ വണ്ടിയിൽ ഒരാളേക്ക് വന്നിട്ടുണ്ടാവില്ല. 5-8 ആളുണ്ടാവും. ഇതാ നമുക്ക് മേലേക്ക് കയറാം. ഭയങ്കര പേര് ഡോറ് തുറക്കുന്നില്ലല്ലോ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ നമ്മളെ ഷിയാബ് ഭായ് ആണിത്. ഷിയാബ് ഭായ് നമ്മളെ ഗേറ്റിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഷിയാബ് ഭായ് നാട്ടിലെ കോഴിക്കോട്ടല്ലേ? എടപ്പാളാണ് ഷിയാബ് കേട്ടാ.
ഷാബായി ഫുള്ള് ഒമാൻ സ്റ്റൈലാണല്ലോ. ഒമാൻ സ്റ്റൈൽ ഇതേ സ്റ്റൈല് ഒമാനെ ഏത് സ്റ്റൈൽ വേണമെങ്കിലും പറയാല്ലേ. നാളെ യാസർബായിൻ്റെ റൂമിലേക്ക് യാസർബായി എത്തിയില്ല അപ്പോൾ യാസർബായി പള്ളിയിൽ നിന്ന് ഇതല്ലേ എല്ലാവരും നേരത്തെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയല്ലോ. ഷർട്ടില്ലാതെ യാസർബായി ഉള്ളത് ഷർട്ട് ഇടാലോ. നെച്ചോറ് ബീഫ് കറി ഒട്ടക മാഷാ അല്ലാ. ഇതിനൊട്ടനെ കിട്ടിയിരുന്നു ഇതിനോട് ആയിരിക്കാൻ പറ്റില്ല എന്നല്ല. പിന്നെ ഇതുവായപ്പോൾ എല്ലാവരും പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ചെങ്ങാമരെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി വണ്ടിയിൽ കയറി. നല്ല ചൂടാ. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ക്ഷീണമായി ഒരാൾ ഭാഗത്തേക്ക് പോയി. ഞാനും ഇറങ്ങി. പിന്നൊരു ഫ്രൈഡേ മീറ്റപ്പ് ഞങ്ങൾ അങ്ങനെ കുറേ കുശലാന്വേഷണമൊക്കെ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളും വിറ്റും കാര്യമൊക്കെ നടന്ന് അങ്ങനെ തമാശ പറച്ചിലും നമ്മളെല്ലാം വെള്ളിയാഴ്ച വന്ന് കൂടിയിട്ട് നമ്മളെ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കും. കുറച്ച് വിറ്റും കാര്യം അങ്ങനെ ഒരു ടൈം പാസ്, ഒരു മനസ്സിനൊരു സമാധാനം. അപ്പോൾ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.